Hi everyone, ഇന്ന് നമ്മൾ ഫോർത്ത് മോഡ്യൂളിൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്കറിയാം കൺട്രോൾ ഏരിയ നമ്മൾ LFCയുടെ ബ്ലോക്ക് ഡയഗ്രാം വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കൺട്രോൾ ഏരിയ. അപ്പോൾ കൺട്രോൾ ഏരിയയിൽ നമുക്ക് ശരിക്കും സിംഗിൾ ഏരിയ ആൻഡ് ടു ഏരിയ സിസ്റ്റമാണ് പറയുന്നത്. കൺട്രോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ റിയൽ പ്രാക്ടീസ് ശരിക്കും നമുക്ക് ഇപ്പോൾ ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ജനറേറ്റർ യൂസ് ചെയ്ത് അതിനെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടാകും, ഒരുപാട് ജനറേറ്റേഴ്സ് ഉണ്ടാകും. സെവറൽ ജനറേറ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്, ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ടു മീറ്റ് ദ ഡിമാൻഡ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു ഏരിയയിൽ, ആ ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ കുറേ ജനറേറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ജനറേറ്റേഴ്സ് പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ ജനറേറ്റേഴ്സിൻ്റെ എല്ലാം റെസ്പോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. They have the same response characteristics to changes in load demand. Okay, so then in real practice the system of a single generator that feeds a large area rarely occurs. So several generators connected in parallel located at different locations will meet the load demand of such geographically large area. ഇനി അടുത്ത് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അന്നേരം, ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിവൈഡ് വെരി ലാർജ് പവർ സിസ്റ്റംസ് ഇൻ ടു സബ് ഏരിയാസ് ഇൻ വിച്ച് ദ ജനറേറ്റേഴ്സ് ആർ ടൈറ്റ്ലി കപ്പിൾ. നമുക്ക് അന്നേരം ലാർജ് പവർ സിസ്റ്റത്തിന് ഇതുപോലെ സബ് ഏരിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സച്ച് ആൻ ഏരിയ വേർ ഓൾ ദ ജനറേറ്റേഴ്സ് റണ്ണിങ് കോഹറൻ്റ്ലി ഈസ് ടേംഡ് ആസ് കൺട്രോൾഡ് ഏരിയ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ, അതായത് ആ ഒരു ഏരിയയിലെ ജനറേറ്റേഴ്സ് എല്ലാം എന്തായിരിക്കും, ഒരു കോഹറൻറ്റ് ഗ്രൂപ്പായിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. അതിൻ്റെ ലോഡ് ഡിമാൻഡിനനുസരിച്ച് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് കൺട്രോൾ ഏരിയ എന്ന് പറയും. In this area the frequency is assumed to be same throughout in static as well as dynamic conditions. അപ്പോൾ ഈ ഏരിയയിലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് assumed to be same throughout in static as well as dynamic conditions. So next we move on to the singles area. അപ്പോൾ നമുക്കൊരു കൺട്രോൾ ഏരിയ എന്താണെന്ന് അറിയാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിംഗിൾ ഏരിയ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ആണ്. So the block diagram of an LFC of an isolated power system is represented in the above block diagram. നമ്മൾ ഒരു LFC ലോഡ് ഫ്രീക്വൻസി കൺട്രോളിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബ്ലോക്ക് ഡയഗ്രം കാണുമ്പോൾ തന്നെ അറിയാം, there are two important incremental inputs to the LFC system. അപ്പോൾ അതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ് ആണുള്ളത്. അപ്പോൾ രണ്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ സ്പീഡ് ചേഞ്ച് പൊസിഷൻ ഡെൽറ്റ PC ഉണ്ട്, ചേഞ്ച് ഇൻ ലോഡ് ഡിമാൻഡ് ഡെൽറ്റ PD ഉണ്ട്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത LFC അതൊരു സിംഗിൾ ഏരിയ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്, LFCയുടെ ബ്ലോക്ക് ഡയഗ്രമാണ്. അപ്പോൾ അത് സിംഗിൾ ഏരിയ സിസ്റ്റം എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലോക്ക് ഡയഗ്രം വരച്ചാൽ മതി. അപ്പോൾ അതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ് ആണുള്ളത്. എന്തൊക്കെയാണ്, ഡെൽറ്റ PC ആൻഡ് ഡെൽറ്റ PD. Now we will analyze the response of a single area system to steady state changes by 3 ways. അപ്പോൾ ഒരു സിംഗിൾ ഏരിയ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് നമ്മൾ 3 രീതിയിലാണ് അനലൈസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ചേഞ്ചർ പൊസിഷൻ വിത്ത് വേരിയബിൾ ലോഡ് ഡിമാൻഡ്. ഒന്ന് എന്താണ്, സ്പീഡ് ചേഞ്ചർ പൊസിഷൻ, ദാറ്റ് ഇസ് ഡെൽറ്റ PC ഈസ് കോൺസ്റ്റൻറ്റ് വിത്ത് വേരിയബിൾ ലോഡ് ഡിമാൻഡ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, this load demand is constant with a variable speed changer position. And third case എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വേരിയബിൾ ആണ്, അതായത് സ്പീഡ് ചേഞ്ചർ പൊസിഷൻ ഡെൽറ്റ PC ആസ് വെൽ ആസ് ഡെൽറ്റ PL ആർ വേരിയബിൾ, രണ്ടും വേരിയബിൾ ആയിട്ടുള്ള കേസ്. അപ്പോൾ ഇങ്ങനെ 3 കേസസ് ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അല്ലെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോക്കി, സ്പീഡ് ചേഞ്ചർ പൊസിഷൻ കോൺസ്റ്റൻറ്റ്. സോ സ്പീഡ് ചേഞ്ചർ പൊസിഷൻ PC ആണ് അല്ലേ, ഡെൽറ്റ PC ആണ്. കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെൽറ്റ PC എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആയിരിക്കും. സോ ദ ലോഡ് ഡിമാൻഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. സച്ച് ആൻ ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ഫ്രീ ഗവർണർ ഓപ്പറേഷൻ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, പ്രീവിയസ് ആണ്. വാട്ട് ഇസ് ഫ്രീ ഗവർണർ ഓപ്പറേഷൻ? സോ ഫ്രീ ഗവർണർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതെ ഇവിടെയാണ് എന്ത് വരുന്നത്, ഡെൽറ്റ PC വരുന്നത് അല്ലേ. ആ ഡെൽറ്റ PC എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്.
അപ്പോൾ ബാക്കി ബ്ലോക്ക് ഡയഗ്രത്തിലുള്ളത് നമ്മൾ അതുപോലെ വരച്ചു. എന്തുകൊണ്ട് ഇവിടെ ചേഞ്ച് ഇൻ ലോഡ് ഡിമാൻഡും ഉണ്ട്, ഡെൽറ്റ പി ഡി ഓഫ് എസ് ഉണ്ട്. ദെൻ ഈ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ യൂസ് ചെയ്ത് നമ്മളിതിനെ എന്ത് ചെയ്തു, സിംപ്ലിഫൈ ചെയ്യുന്നു. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തോരും നമുക്ക് ഇത് ഇത്രയും കൂടെ അങ്ങ് കമ്പൈൻ ചെയ്തു. അതാണ് ഈ ബ്ലോക്കിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കി ഇത് രണ്ടും കൂടെ എന്ത് എടുക്കാം, നമുക്ക് ഫീഡ്ബാക്ക് ലൂപ്പ് ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് വെച്ചിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. For such an operation, the steady change in system frequency for a sudden change in load demand by an amount that is delta PD is given by, അങ്ങനെ എഴുതാം നമുക്ക്, delta PD of S is equal to delta PD by S എന്ന് എഴുതി. is obtained as follows. That is delta PD of S is equal to delta PD by S. ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. ഡെൽറ്റ എഫ് ഓഫ് എസ് അറ്റ് എപ്പോഴാണ് ഡെൽറ്റ പി സി ഓഫ് എസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷനാണ്. ഇൻറ്റു ഡെൽറ്റ പി ഡി ഓഫ് എസ്, അതായത് ഡെൽറ്റ എഫ് ഓഫ് എസ് ബൈ ഡെൽറ്റ പി ഡി ഓഫ് എസ് ആണ് നമുക്കിത് കിട്ടുന്നത്. സോ നമ്മൾ ഡെൽറ്റ എഫ് ഓഫ് എസ് മാത്രം എടുക്കുന്നു. എത്ര എടുക്കുമ്പോൾ ഇൻറ്റു ഡെൽറ്റ പി ഡി ബൈ എസ് എന്ന് എഴുതി. ഇനി ഇതിനെ അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എൽ സി എം എടുത്ത് ഈ ടേമിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്തെടുത്തു. ഇതും കൂടി ഇതായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ടേമാക്കി എഴുതി. ഇനി ഫൈനൽ വാല്യൂ തിയറം നമ്മൾ അപ്ലൈ ആണ്. സോ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു എഫ് ഓഫ്, ദാറ്റ് ഇസ് ഡെൽറ്റ എഫ് ഓഫ് എസ് ആയിരുന്നു നമുക്കറിയാവുന്നത്. ഇത് നമ്മൾ എഫ് ഓഫ് ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫ് ഓഫ് ടി അല്ലേ. ഡെൽറ്റ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് ഈ എസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ എസ്സും ഈ ഡെൽറ്റ എഫ് ഓഫ് എസ് ടേമിൽ ഈ എസ്സും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ ടേമാണ് വരുന്നത്. സോ ഈ ടേമിൽ അതിനെ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, ദ ഗെയിൻ കെ ടി ആൻഡ് കെ പി എസ് ആർ ഫിക്സഡ് ഫോർ എ ടർബൈൻ ആൻഡ് പവർ സിസ്റ്റം. കെ ടി എന്ന് പറഞ്ഞാൽ എന്താ, ടർബൈൻ ഗെയിനും ഇത് പവർ സിസ്റ്റം ഗെയിനുമാണ്. സോ ദ ഗെയിൻ ASG of a speed governor is easily adjustable by changing the length of variable lengths. Let it assume for simplicity that KSG is so adjusted that and the KSG into KT is approximately equal to 1 എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ എഫ് എന്ന് വരും നേരത്തെ എക്സ്പ്രഷനിൽ നിന്ന് മൈനസ് കെ പി എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് കെ പി എസ് ബൈ ആർ ഇൻറ്റു ഡെൽറ്റ പി ഡി എന്ന് കിട്ടി. ദാറ്റ് ഇസ് കെ പി എസ് ഇസ് ഇക്വൽ ടു, ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് 1 by B, and so B is dou പി ഡി ബൈ dou F, that is change in load demand with the frequency. ഇത്ര എന്താണ്, മെഗാവാട്ട് പെർ ഹെഡ്സ് ആണ്. സോ ഇതിനെ എനിക്ക് എഴുതാം ഡോ പി ഡി ബൈ ഡോ എഫ്, അല്ല ഇതിനെ ഞാൻ വീണ്ടും എഴുതാണ് ഡോ പി ഡി ബൈ ഡോ എഫ് ഡിവൈഡ് ബൈ പി ആർ. പി ആർ എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ റേറ്റിംഗ് ആണ്. അപ്പോൾ മെഷീൻ റേറ്റിംഗ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പം എന്താവും, ഇത് മെഗാവാട്ടിലുള്ളതിൽ എന്തിലായിട്ട് മാറും, പെർ യൂണിറ്റിലായി മാറി. ഇൻ പെർ യൂണിറ്റ് മെഗാവാട്ട് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. സോ എനിക്ക് നേരത്തെ ഇക്വേഷൻ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് 1 by B by 1 plus 1 by BR ഇൻറ്റു ഡെൽറ്റ പി ഡി കിട്ടി. സോ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. സോ ഇതിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഈ ബീയിങ് ന്യൂമറേറ്ററിൽ കൊണ്ടുപോകും. സോ മൈനസ് 1 by B plus 1 by R ഇൻറ്റു ഡെൽറ്റ പി ഡി. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്, ബോക്സിൽ വരച്ച് നോട്ട് ചെയ്തിട്ടേക്കണം. So the above equation is the steady state changes in frequency caused by changes in load demand. Now speed regulation R is naturally so adjusted that changes in frequency are small. Therefore linear incremental relation for the above equation can be applied from no load to full load. Now figure below shows the linear relations between ഫ്രീക്വൻസി ആൻഡ് ലോഡ്സ്. ഫ്രീക്വൻസിയുടെയും ലോഡിൻ്റെയും കൂടെ വലിയ റിലേഷൻഷിപ്പ് നമ്മളിതാ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഫ്രീക്വൻസി ഇൻ പെർസെൻറ്റേജ് ആൻഡ് ദിസ് ഈസ് ലോഡ് ഇൻ പെർസെൻറ്റേജ്. ഇപ്പോൾ രണ്ട് ലോഡ് ചേഞ്ചിന് വരച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, സ്പീഡ് ചേഞ്ചർ സെറ്റ് ടു ഗീവ് ഷെഡ്യൂൾ ഫ്രീക്വൻസി അറ്റ് 100% ലോഡും ആൻഡ് ദിസ് ഈസ് ഫോർ 60% ലോഡ് ആൻഡ് 100% ലോഡ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 1 by B plus 1 by R ആയിരിക്കും. Now, so power system parameter B is generally much smaller than 1 by R, so that B can be neglected. So അതിനകത്ത് നമുക്ക് B neglect ചെയ്ത് എഴുതി. So delta F is equal to minus R into delta PD എന്ന് വന്നു. That is the increase in load demand delta PD is
met under steady state conditions partly by increased generation delta Pg due to opening of steam valve and partly by decreased load demand due to drop in frequency. അപ്പോൾ രണ്ട് രീതിയിലാണ് എന്ത് ഇൻക്രീസ് ഇൻ ലോഡ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഒന്ന് ബൈ ഇൻക്രീസ്ഡ് ജനറേഷൻ ഡെൽറ്റ പി ജി ഡ്യൂ ടു ഓപ്പണിംഗ് ഓഫ് സ്റ്റീം വാൽവ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആൻഡ് പാർട്ട്ലി ബാക്കി എങ്ങനെ ബൈ ഡിക്രീസ്ഡ് ലോഡ് ഡിമാൻഡ് ഡ്യൂ ടു ഡ്രോപ്പ് ഇൻ ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി ഡ്രോപ്പ് കാരണം അവിടെ ലോഡ് ഡിമാൻഡ് കുറയും. ഈ രണ്ട് രീതിയിലാണ് ഇതിനെ മീറ്റ് ചെയ്യുന്നത്. സോ ഡെൽറ്റ പി ജി ഇസ് ഈക്വൽ ടു മൈനസ് 1/r ഇൻറ്റു ഡെൽറ്റ എഫ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് ബി ആർ ഇൻറ്റു ഡെൽറ്റ പി ഡി. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ നോട്ട് ചെയ്ത് വയ്ക്കാം. അതായത് ഞാൻ മൈനസ് 1/r ഇൻറ്റു ഡെൽറ്റ എഫ് ആണ്. അത് വേണമെങ്കിൽ ഇതായത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. മൈനസ് 1/r ഇൻറ്റു ഡെൽറ്റ എഫിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം എന്താ, മൈനസ് 1/1 പ്ലസ് ബി ആർ മൈനസ് 1/b പ്ലസ് 1/r ഇൻറ്റു ഡെൽറ്റ പി ഡി. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 1/1 പ്ലസ് ബി ആർ ഇൻറ്റു ഡെൽറ്റ പി ഡി. ബി ആർ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ പി ജി ഇസ് ഈക്വൽ ടു മൈനസ് 1/r ഇൻറ്റു ഡെൽറ്റ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് ബി ആർ ഇൻറ്റു ഡെൽറ്റ പി ഡി. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ ഡിമാൻഡ് ഇസ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഇസ് ഡെൽറ്റ പി എൽ 0. വേണമെങ്കിൽ ചോദിക്കാം, ഫസ്റ്റ് കേസ് ചോദിച്ചിട്ടുണ്ട് ഡെൽറ്റ പി സി 0, ദാറ്റ് ഇസ് ഫ്രീ ഗവർണർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇത് ലോ ഡിമാൻഡ് 0 ആണ്. സോ ഡെൽറ്റ പി ഡി 0 ആണ്, ദാറ്റ് ഇസ് ലോ ഡിമാൻഡ് ഫിക്സഡ് ആണ്. ദെൻ എന്ത് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ, ഡെൽറ്റ പി സി ഓഫ് എസ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി സി ബൈ എസ്. സോ ഡെൽറ്റ പി സി ഓഫ് എസ് ബ്ലോക്ക് ഡയഗ്രത്തിൽ ഇവിടെ വരുന്ന ഡെൽറ്റ പി ഡി 0 ആണ്. സോ ബാക്കി നമ്മളതുപോലെ വരച്ചു. ഇനി ഇതിനെ ബ്ലോക്ക് ഡയഗ്രം റിഡക്ഷൻ യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ വരും, ഡെൽറ്റ പി സി, അതായത് ഡെൽറ്റ എഫ് ഓഫ് എസ് ബൈ ഡെൽറ്റ പി സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ വരുന്നത്. ഡെൽറ്റ പി സി ഓഫ് എസ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഇസ് ഡെൽറ്റ പി സി ബൈ എസ്. സോ ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പ്രഷൻ വരും. പിന്നെ നമ്മൾ ഇതിനകത്ത് നിന്ന് ഡെൽറ്റ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് എസ് ടെൻസ് ടു 0 എസ് ഇൻറ്റു എഫ് ഓഫ് എസ് കൊടുത്തു. സോ ഈ എസും ഈ എസ് കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. സോ ഇങ്ങനെ എക്സ്പ്രഷൻ വരും. എസിനൊക്കെ 0 കൊടുത്ത് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ എക്സ്പ്രഷൻ നമുക്ക് വരുന്നത്. ഇതിൽ ഇഫ് കെ എസ് ജി ഇൻറ്റു കെ ടി ഈസ് ഈക്വൽ ടു 1, സോ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു കെ പി എസ് ബൈ 1 പ്ലസ് കെ പി എസ് ബൈ ആർ എന്ന് വരും ഇൻറ്റു ഡെൽറ്റ പി സി. ദാറ്റ് ഇസ് കെ പി എസിന് നമ്മൾ എന്തോ നേരത്തെ കേട്ടെ 1/b ബൈ 1 പ്ലസ് 1/br ഇൻറ്റു ഡെൽറ്റ പി സി. ദാറ്റ് ഇസ് 1/b പ്ലസ് 1/r ഇൻറ്റു ഡെൽറ്റ പി സി എന്ന് വരും. സോ ഇതാണ് എക്സ്പ്രഷൻ. വെൻ ഡെൽറ്റ പി ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ലോഡ് ഡിമാൻഡ് ഇസ് 0, ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു 1/b പ്ലസ് 1/r ഇൻറ്റു ഡെൽറ്റ പി സി. ആൻഡ് നൗ നെക്സ്റ്റ് ഇസ് സ്പീഡ് ചേഞ്ചർ ആൻഡ് ലോഡ് ഡിമാൻഡ് ആർ വേരിയബിൾസ് ബോത്ത്. രണ്ടും കൂടെ വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്പീഡ് ചേഞ്ചർ സെറ്റിംഗ് ഈസ് ചേഞ്ച്ഡ് ബൈ ഡെൽറ്റ പി സി ആൻഡ് ദ ലോഡ് ഡിമാൻഡ് ചേഞ്ചസ് ബൈ ഡെൽറ്റ പി ഡി. ദ സ്റ്റഡി ഫ്രീക്വൻസി ചേഞ്ച് ഈസ് ഒബ്റ്റെയിൻ ബൈ സൂപ്പർ പൊസിഷൻ. സോ സൂപ്പർ പൊസിഷൻ വഴി രണ്ടും കൂടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് കേസ് കൂടെ സൂപ്പർ പൊസിഷൻ ചെയ്യാം. സോ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു 1/b പ്ലസ് 1/r ഇൻറ്റു ഡെൽറ്റ പി സി മൈനസ് 1/b പ്ലസ് 1/r ഇൻറ്റു ഡെൽറ്റ പി ഡി. സോ നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷനാണ് കിട്ടുന്നത്, 1/b പ്ലസ് 1/r ഇൻറ്റു ഡെൽറ്റ പി സി മൈനസ് ഡെൽറ്റ പി ഡി. സോ ചേഞ്ച് ഇൻ ലോഡ് ഡിമാൻഡ് കോസസ് ചേഞ്ച് ഇൻ സ്പീഡ് വിച്ച് ക്യാൻ ബി കോമ്പൻസേറ്റഡ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് സ്പീഡ് ഗവർണർ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഡെൽറ്റ പി സി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡി, ദെൻ ഡെൽറ്റ എഫ് വിൽ ബിക്കം 0. ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദെൻ 0. അതായത് ഡെൽറ്റ പി സി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ സ്പീഡ് ചേഞ്ചർ പൊസിഷൻ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചേഞ്ച് ഇൻ ലോഡ് ഡിമാൻഡും വരുന്നത്. രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഡെൽറ്റ എഫ് വിൽ ബി ഡെൽറ്റ എഫ് വിൽ ബിക്കം 0. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ഇനി അടുത്തത് പ്രോബ്ലംസ് ആണ്. സോ പ്രോബ്ലംസ് നമുക്ക് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആണ്. നെക്സ്റ്റ് ഡൈനാമിക് റെസ്പോൺസ് ആണ്. സോ ഡൈനാമിക് റെസ്പോൺസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ദ മീനിങ് ഓഫ് ഡൈനാമിക് റെസ്പോൺസ് ഇസ് നൗ ദ ഫ്രീക്വൻസി ചേഞ്ചസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം immediately after disturbance before it reaches a new steady state condition. Okay, the
to obtain dynamic response, giving the change in frequency as a function of time. Okay, change in frequency as a function of time for a step change in load. So we must obtain the inverse Laplace transform of delta f of s. So okay, ഇതാണ് dynamic response. Then this is delta f, change in frequency, and this is time. So change in frequency versus time വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡൈനാമിക് റെസ്പോൺസ്. എൻ്റെ വലിയ അനാലിസിസ് ഒന്നും വേണ്ട, അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാൻ പഠിച്ചു വയ്ക്കുക. ഡൈനാമിക് റെസ്പോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് വരയ്ക്കാനൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാക്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്ന എന്താണ് അപ്രോക്സിമേറ്റ് റെസ്പോൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് PI കൺട്രോളർ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സിംഗിൾ ഏരിയ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അല്ലേ, LFCയുടെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പറഞ്ഞു, അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസും പറഞ്ഞു. അപ്പോൾ വിത്ത് ദ പ്രൈമറി LFC ലൂപ്പ്, എ ചേഞ്ച് ഇൻ ദ സിസ്റ്റം ലോഡ് വിൽ റിസൾട്ട് ഇൻ എ സ്റ്റഡി സ്റ്റേറ്റ് ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദി ഗവർണർ സ്പീഡ് റെഗുലേഷൻ. അപ്പോൾ ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ നമുക്ക് 0 ആയിട്ട് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, in order to reduce the frequency deviation 0, we must provide a reset action. അപ്പോൾ ഈ റീസെറ്റ് ആക്ഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, by introducing an integral controller to act on the load reference setting point to change the speed set point. ഓക്കെ, അപ്പോൾ റീസെറ്റ് ആക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻ്റഗ്രൽ കൺട്രോളർ സെറ്റ് ചെയ്യാം അറ്റ് എവിടെയാണ്? ലോഡ് റെഫറൻസ് സെറ്റിംഗ് പോയിന്റിൽ. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മുടെ റെഫറൻസ് വരുന്നത്, അതായത് ഡെൽറ്റ PC എന്ന് പറയുന്ന സംഭവം സ്പീഡ് ചേഞ്ചർ വരുന്നത് എവിടെയായിരുന്നു? സ്പീഡ് സെറ്റ് പോയിന്റിൽ ഇവിടെ ഡെൽറ്റ PC വരുന്നത് ഇവിടെ ആയിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻ്റഗ്രൽ കൺട്രോളറും കൂടെ സെറ്റ് ചെയ്യും. ഇതൊരു ഫ്രീക്വൻസി സെൻസറാണ്. ഇവിടെ ഒരു ഇൻ്റഗ്രൽ കൺട്രോളറും കൂടെ -KI/S എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ കൺട്രോളർ സെറ്റ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ലൂപ്പിനെ നമ്മൾ സെക്കൻഡറി ALFC ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രൈമറി ALFC ലൂപ്പ്, പ്രൈമറി ഓട്ടോമാറ്റിക് ലോഡ് ഫ്രീക്വൻസി കൺട്രോളും ദിസ് ഇസ് സെക്കൻഡറി ഓട്ടോമാറ്റിക് ലോഡ് ഫ്രീക്വൻസി കൺട്രോൾ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു റെഡ്യൂസ് ദ ഫ്രീക്വൻസി ഡീവിയേഷൻ ടു 0. So the integral controller is composed of എന്തൊക്കെ വരും അതിനകത്ത്? ഒരു ഫ്രീക്വൻസി സെൻസർ, നമ്മൾ ആ 1 എന്ന് പറഞ്ഞൊരു കോളം കാണിച്ചിട്ടുണ്ട് അല്ലേ. കമ്പോസ്ഡ് ഓഫ് ഫ്രീക്വൻസി സെൻസർ ആൻഡ് ആൻ ഇൻ്റഗ്രേറ്റർ ഉണ്ട്. ദ ഫ്രീക്വൻസി സെൻസർ മെഷേഴ്സ് ദ ഫ്രീക്വൻസി എറർ ഡെൽറ്റ എഫ് ആൻഡ് ദിസ് എറർ സിഗ്നൽ ഈസ് ഫെഡ് ഇൻ ടു ദ ഇങ്ങോട്ട് കൊടുക്കും, ഇൻ്റഗ്രേറ്ററിലോട്ട് കൊടുക്കും. സോ ദ ഇൻപുട്ട് ടു ദ ഇൻ്റഗ്രേറ്റർ ഈസ് കോൾഡ് ഏരിയ കൺട്രോൾ എറർ. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്ററിലോട്ട് വരുന്ന ഈ ഇവിടുന്ന് വരുന്ന ഈ ഡെൽറ്റ എഫിനെ ഫ്രീക്വൻസി സെൻസർ വെച്ച് സെൻസ് ചെയ്ത് ഈ ഇൻ്റഗ്രേറ്ററിലോട്ട് കൊടുത്തു. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്ററിലോട്ട് വരുന്ന ആ ഡെൽറ്റ എഫ് ആണ് എന്തെന്ന് പറയുന്നത്? ഏരിയ കൺട്രോൾ എറർ എന്ന് പറയുന്നത്. സോ ദ ഫ്രീക്വൻസി സെൻസർ മെഷേഴ്സ് ദ ഫ്രീക്വൻസി എറർ delta f and this error signal is fed into the integrator. The input to the integrator is called area control error ACE. That is ACE is equal to delta f. The ACE is the change in area frequency which when used in integral control loop forces steady state frequency error to 0.